ഹായ്, എൻ്റെ ചാമ്പങ്ങ കാണാൻ പറ്റുന്നുണ്ടോ അത് നിങ്ങൾക്ക്? അതുണ്ടോ? ചാമ്പ മരമാണത്. വിഷുസദ്യയൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ തണുപ്പത്തേക്ക് മാറി നിന്നതാ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പിന്നെ വിശേഷങ്ങളൊക്കെ പറയൂ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണ് അല്ലേ? സങ്കടങ്ങളൊന്നും ആർക്കും വേണ്ട. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സങ്കടങ്ങൾ കടന്നു വരും. അതിനെ നമ്മൾ സന്തോഷത്തോടു കൂടി പറഞ്ഞു വിടണം. സന്തോഷമില്ലെങ്കിൽ നമുക്ക് ജീവിതമില്ല. ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. സന്തോഷവും വേണം, സങ്കടവും വേണം. ചെറിയ ചെറിയ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാമായിട്ടാണ് ജീവിതം മുമ്പോട്ട് പോകുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. സങ്കടം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അതാണ് ജീവിതം. നമ്മൾ ആ ജീവിതം ഓരോ ദിവസവും പോകുന്നത് ഇതാണ് ജീവിതം എന്ന് വിചാരിച്ച് ജീവിച്ചാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോകാം. മനസ്സിനധികം ഭാരം കൊടുക്കാതെ ജീവിക്കാൻ കഴിയും. പിന്നെ ഈ ചാമ്പേൻ്റെ തണൽ നല്ല തണലാണ്. ചാമ്പ പച്ചക്കറി നട്ടിരിക്കുന്നുണ്ട്. കുറച്ച് പച്ചക്കറി, കുറേ സാധനങ്ങൾ, പച്ചക്കറി, വഴുതനങ്ങ, പച്ചമുളക് എല്ലാം ഉണ്ട്. കുറേ ചീര നട്ടിട്ടുണ്ട്. അതിനൊക്കെ വെള്ളം ഒഴിക്കും. ഇതൊക്കെയാണ് പണി. അയ്യോ. പിന്നെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ പറയൂ. ശോഭ കിച്ചണിലാണ്. അപ്പോൾ ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി കഴിച്ച് എല്ലാവർക്കും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര ചൂട്. അന്ന് ഇതിൻ്റെ ചുവട്ടിൽ ഇച്ചിരി നല്ല തണുപ്പാണ് അവിടെ. ഈ ചാമ്പേൻ്റെ ചുവട്ടിൽ. ചാമ്പമരമാണത്. കായ് കാണുന്നുണ്ടോ നിങ്ങൾ? എനിക്കങ്ങനെ വലിയ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് വലിയ വശമില്ല കേട്ടോ. എനിക്ക് അറിയൂലേ വീഡിയോ ഒന്നും എടുക്കാനൊന്നും. അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരിക്കുന്നത്. പിന്നെ വീഡിയോ എടുക്കണമെങ്കിലൊക്കെ എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഒരു അറിയാൻ കഴിയണം. എനിക്ക് ലൈവ് വരണം എന്നുണ്ട്. പക്ഷേ ലൈവ് വരാൻ എനിക്ക് അറിയില്ല. ലൈവ് എടുക്കാനും അതെത്ര സമയം വേണം, എത്ര സമയമാണ്, അതിനൊക്കെ ഓരോ സമയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്കതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങോട്ട് ലൈവിലേക്ക് പോയില്ല. പിന്നെയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളും പറയൂ. കമൻ്റായി എല്ലാം അയക്കും. വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കമൻറ്റുകളൊക്കെ അയച്ച് നമുക്ക് സന്തോഷത്തോടു കൂടി എല്ലാവർക്കും ഒന്നിച്ചു പോകാം. അല്ലെങ്കിൽ ദുഃഖമായിട്ട് ഞാൻ ഇങ്ങനെ കുറേ ദുഃഖിച്ച് നടക്കാനുള്ള കാരണങ്ങളുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ. ഞാനങ്ങനെ കുറേ കാലം അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തന്നെ ഞാൻ തന്നെ ചിന്തിക്കും ഓരോന്നും. ഇങ്ങനെ പോയ കാര്യങ്ങളില്ല. നമുക്കെന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും നമുക്ക് ജോലി ചെയ്താലാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളെന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയി അങ്ങനെയൊക്കെ ഇവിടം വരെ എത്തി. ഇപ്പം നല്ല സന്തോഷവും ദുഃഖവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. സന്തോഷം മാത്രമല്ല, അതിലൂടെയൊക്കെ ഓരോരോ കാലഘട്ടങ്ങൾ കടന്നു പോകുന്നു. ഓരോ സമയത്തും നമുക്ക് ഒരു ദിവസത്തിൽ തന്നെ പല കാര്യങ്ങളാണ് അല്ലേ. ഒരു ദിവസം രാവിലെ ചിലപ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് കയറും.
ഓ അത് കഴിഞ്ഞില്ല, ഇത് കഴിഞ്ഞില്ല, അത് ചെയ്തില്ല, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് വൈകുന്നേരമായി നമ്മൾ കിടന്നുറങ്ങി. നേരം വെളുത്ത് വീണ്ടും നമ്മൾ ജോലിയിലായി. ജോലിക്കിടയ്ക്ക് പലതും നമ്മളെ ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ പിന്നെയും ഹാപ്പിയാക്കാൻ നോക്കും നമ്മുടെ മനസ്സിനെ. ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഒരുപാട് കാലഘട്ടങ്ങളായി അങ്ങനെ കഴിഞ്ഞു വരുന്നതാണ് ഞാൻ. ഹാപ്പിയായി സങ്കടമായി ഒരുപാട് ദുഃഖങ്ങളായി ഒക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇത്ര വർഷം ജീവിച്ചതിൽ നല്ലതെന്ന് പറയാനായിട്ട് എനിക്ക് ഒന്നുമില്ല. ആ ഒന്നുമില്ലാത്തതിൽ നിന്ന് നല്ലത് ഞാൻ തിരഞ്ഞെടുക്കും. അത് എൻ്റെ മനസ്സിൽ വെച്ചിട്ട് ഞാൻ ഇന്നതുണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്നത് ഞാൻ ചെയ്തല്ലോ, അങ്ങനെയുള്ളൊരു സന്തോഷം ഞാൻ കൊണ്ടുവരും എൻ്റെ മനസ്സിന്. ഹായ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ അക്കരെ പച്ച എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഓടി നടക്കുന്നില്ലേ? ഓരോ ആൾക്കാർ എങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ്, ഓരോരോ കാര്യങ്ങൾ കാണാം ഇങ്ങനെ യൂട്യൂബിലൊക്കെ. സങ്കടകരമായ കാര്യങ്ങൾ, ഒരു കുഞ്ഞിൻ്റെ കാര്യവും, കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും, കൊന്നിട്ട് അമ്മമാർ നിൽക്കുന്നതും, അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാതെ പിടിമുറുക്കുന്ന കാര്യങ്ങളാണ്. സങ്കടം തോന്നും ഓരോന്ന് കേൾക്കുമ്പോൾ. പിന്നെ അതൊന്നും നമ്മൾ കൂടുതൽ ചിന്തിച്ചാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ മുറിവേൽപ്പിക്കുന്ന പോലെ തോന്നും. ഹായ്, എല്ലാവർക്കും നല്ലത് വരട്ടെ.